അടുത്ത ദിവസം എടുത്തിരിക്കുന്ന ഭീഷ്മാഷ്ടമി ദിവസമാണ് ദ്വാദശനാമ പൂജയാണ്. ദ്വാദശനാമ പൂജയിൽ നമ്മൾ എടുത്തിരിക്കുന്നതനുസരിച്ചിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമാണ് നമ്മൾ സാധാരണ ദ്വാദശാക്ഷരമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ 12 അക്ഷരങ്ങളെയാണ് എടുക്കുക. അപ്പോൾ വിഷ്ണുവിൻ്റെ ദ്വാദശനാമങ്ങളുടെ മുൻപിൽ ബീജാക്ഷരമായി ചേർത്തുകൊണ്ട് ഒരു വിശേഷ പ്രക്രിയ ചെയ്യുന്നതാണ് ദ്വാദശനാമം. അതിൽ പീഠപൂജ എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ പറയാം വാസുദേവായ, സംകർഷണായ, പ്രദ്യുമ്നായ, അനിരുദ്ധായ ഇങ്ങനെ ഓരോ പ്രത്യേക നാമങ്ങളെ വെച്ചുകൊണ്ട് അവരാവൃത്തികളെ ചെയ്ത് അവരുടെ കേശവായ, നാരായണായ, മാധവായ, ഗോവിന്ദായ, വിഷ്ണവി, മധുസൂദനായ, ത്രിവിക്രമായ, വാമനായ എന്ന് പറഞ്ഞിട്ട് ഓരോ വിധാനത്തും ദ്വാദശാക്ഷരി മന്ത്രത്തെ യോജിപ്പിച്ചുകൊണ്ട് മന്ത്രം യോജിപ്പിച്ച് പൂജിക്കും. ഇതാണ് കണക്ക്. അത് കഴിഞ്ഞ് നേദ്യം ഇത് കഴിഞ്ഞാൽ 13 ബ്രാഹ്മണരെ വീണ്ടും പൂജ ചെയ്യുന്നതാണ് ദ്വാദശനാമ പൂജയായിട്ട് എടുക്കുന്നത്. സുകൃതത്തിലും ചെയ്യാറുണ്ട്, ഇതിലും ചെയ്യാറുണ്ട്. വിശേഷ ക്രമം ചെയ്യും. ഇവിടെ നിറക്കി നിർത്തുമ്പോൾ ഈ ദേവതകളായി സങ്കല്പിച്ചുകൊണ്ടായിരിക്കാം ചെയ്യേണ്ടത്. ഈ നിൽക്കുന്ന വ്യക്തികളെല്ലാം തന്നെ ഈ ദ്വാദശ ദേവതകളാണ്. അതെ, ഇങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് ശരിക്കും അപ്പൊ അതിന് അർഹരായുള്ള ഈ ദേവതയുടെ സ്വരൂപമാവാൻ സ്വയം ശരീരത്തിന് യോഗ്യതയുള്ള ആൾക്കാരെ ഏറ്റവും ശുദ്ധമായിരിക്കണം. സാധാരണ ദ്വാദശനാമ പൂജയൊക്കെ പറയുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, നാരായണൻ എന്ന് പറയുന്നത് വൈഷ്ണവമൂർത്തി എന്ന് പറയുന്നത് സ്ഥിതിയുടെ മൂലമാണ്. ഈ സ്ഥിതി എല്ലായ്പ്പോഴും തന്ത്രത്തിൽ എല്ലാവരും ഈ കഥകളെ കൊണ്ടുവരുന്നുണ്ട് മനസ്സിലാവാഞ്ഞിട്ടാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ സ്ഥിതി എന്ന് മാത്രമാണ് എല്ലാവരും വിചാരം. സ്ഥിതി മാത്രം കൊണ്ടിട്ടല്ല, സ്ഥിതി തുടങ്ങുന്നത് സംഹാരത്തിലാണ്. നമുക്കൊരു ചപ്പാത്തി ഉണ്ടാക്കി തിന്നണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം, അവിടെ അപ്പുറത്തെ സൈഡിൽ ഏതോ ഒരു വ്യക്തി സംഹാരമായിരിക്കുന്ന ഒരു ഇതുണ്ടാക്കി ഗോതമ്പ് നട്ട് അതിൽ നിന്ന് ഗോതമ്പ് ഉണ്ടാക്കി, ഗോതമ്പിൽ നിന്ന് പൊടി ഉണ്ടാക്കി, ആ പൊടി ഗോതമ്പ് മണിയെ സംഹരിച്ച് പൊടിയാക്കി, അതെ, ഗോതമ്പിനെ സൃഷ്ടിച്ച് ഗോതമ്പാക്കി, ഗോതമ്പിനെ പൊടിയാക്കി, വീണ്ടും അതിൽ വെള്ളമൊഴിച്ച് അതിനെ ഉണ്ടാക്കി, വീണ്ടും സംഹരിച്ച് നമ്മളുടെ മുമ്പിൽ എത്തുമ്പോഴാണ് സംഹരിക്കുമ്പോഴാണ് ചപ്പാത്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ സ്ഥിതിമൂർത്തിയാന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, പുറകിൽ 7ഓളം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. വേറെ എന്തോന്നും സംഹരിക്കപ്പെട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ സ്ഥിതിമൂർത്തിയായ നാരായണനാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊണ്ടും പുറകിൽ ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇല്ലേ. അപ്പൊ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത് കാണിക്കുന്നവനല്ല നാരായണൻ. അപ്പൊ ഇനി ഒന്ന് സങ്കല്പിച്ചു, ഞാൻ ചപ്പാത്തി എനിക്ക് നല്ല രീതിയിൽ വരണമെങ്കിൽ എത്ര ദേവതകൾ വേണം, പുറകിൽ ഇത്രയും വേണം. അപ്പൊ ഇവരാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ള സങ്കല്പത്തിൽ കൂടെയാണ് ഈ വിശേഷക്രിയയായിട്ട് നമ്മൾ യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പുറകിലേക്ക് ഇത്രയും ആൾക്കാരെല്ലാം ഇവരുടെ എല്ലാം പ്രതിനിധികളായി നിന്നതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്. ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ദ്വാദശനാമ പൂജ ചെയ്യുന്നത്. അപ്പോൾ അന്നാണ് ആ ദിവസങ്ങളിലെ ക്രിയ ചെയ്യുന്നത് നമ്മൾ. അപ്പൊ സ്ഥിതി മൂർത്തി കൃത്യമായി, അതായത് തൊട്ടുമ്പോൾ പ്രത്യങ്കിരയിൽ വരുന്നതോടുകൂടെ നിങ്ങളുടെ ശരീരം ശുദ്ധിയായി, വാക്ക് ശുദ്ധമായി. അതിൽ നിന്ന് തുടർച്ച് വരുന്ന ദ്വാദശനാമ പൂജയാണ്. സൃഷ്ടിക്രമം കൃത്യമായി. അടുത്ത ഇതോടുകൂടി അന്ന് തന്നെ നമ്മൾ രാത്രി ചാത്തൻ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തികളെന്നാണ് ചാത്തൻ എന്ന് പറയുന്നത്. കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലില്ല. ഉണ്ടോന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട് വൈഷ്ണവ മൂർത്തികളാണ്. 23 മൂർത്തികൾ നമ്മൾ വൈഷ്ണവ വിധാനത്തിൽ പറയും. വൈഷ്ണവം എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് പറഞ്ഞുകൊള്ളണം, ശക്തി പൂജയിലെല്ലാം 23 തരങ്ങളിൽ ദേവിയുടെ മഹാമായ വൈഭവത്തോടുകൂടി 23 ഭാവങ്ങളുണ്ട്. സ്വാഹ ഉൾപ്പെടെയുള്ള വരുന്നതാണ്. അതിൽ ബുദ്ധിയായിട്ട് മേധയായിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നവരെയാണ് നമ്മൾ വൈഷ്ണവ ശക്തികളായിട്ട് പറയുന്നത്. അതിൻ്റെ വകഭേദങ്ങളെയാണ് നമ്മൾ ചാത്തന്മാരായിട്ട് കേരളത്തിൽ പ്രയോഗിക്കുന്നത്. പേരുകൾ സാധാരണ പേരുകളായിരിക്കും. കരിമുട്ടിച്ചാത്തൻ, ആ ചാത്തൻ, ഈ ചാത്തൻ എന്നൊക്കെ നമുക്ക് പറഞ്ഞോളൂ. ആത്യന്തികമായിട്ട് ദേവതയുടെ ശക്തിഭാവങ്ങളെയാണ് നമ്മൾ ചാത്തനായിട്ട് പറയുക. അതായത് ദേവിയുടെ മായാവൈഭവങ്ങളാണ് ചാത്തന്മാരെല്ലാം ശാസ്ത്രത്തിൽ പറയുന്നത്. ചണ്ഡി സപ്തത്തിൽ 21 വരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് കാര്യം. അപ്പൊ ഇതിന്റെ വകഭേദങ്ങൾ ഒരാൾ തന്നെ പല വിഭാഗത്തിൽ പെടും. അപ്പോൾ നമ്മൾ പറയും ഞാൻ ബുദ്ധിരൂപിണിയാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ബുദ്ധി, മനീഷ, ദക്ഷിണ, ധീഹി, പ്രജ്ഞ, ശീമുഷി, മതി എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിയുടെ വൈഭവം പല ഭാഗങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഈ ദേവതകൾക്ക് അപ്പൊ വീണ്ടും എണ്ണം വ്യത്യാസം വന്നു, ഇരിക്കുന്നതനുസരിച്ച് വ്യത്യാസം വന്നു. ഇപ്പൊ ജയരാജേട്ടൻ എന്റെ കൂടെ ഇരിക്കുമ്പോൾ സുഹൃത്തായിട്ടായിരിക്കാം, ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് വന്നാൽ എഴുത്തുകാരനായി, അപ്പുറത്തേക്ക് വന്നാൽ അച്ഛനായി, ആളൊന്നു തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഓരോ വ്യക്തികളുടെയും സ്വഭാവം അനുസരിച്ച് മാറി മാറി വരും ഇല്ലേ. ഇതേപോലെ ഇവരുടെ സ്വരൂപം മാറുന്നതനുസരിച്ച് ദേവതയുടെ വ്യത്യാസം വരും. അവസ്ഥാപൂജ്യത്തെ എന്നാണ്, അവസ്ഥയാണ് പൂജിക്കുന്നത്. അപ്പൊ ഈ ദേവതകളാണ് കേരളത്തിൽ മായാവൈഭവത്തോടുകൂടി ഇരിക്കുന്ന ഈ സൃഷ്ടിയെ പരിപാലിക്കുന്ന ചാത്തന്മാരെന്ന് പറയുന്നതിന്റെ കാരണം ദേവിയുടെ അനുചരവൃത്തമാണ്, അല്ലെങ്കിൽ ദേവിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന മായാവൈഭവമാണ്. അതുകൊണ്ട് ചാത്തന്മാർ കേരളത്തിലെ പ്രധാനികളാണ്. അതുകൊണ്ട് അവർക്ക് വിശേഷ പൂജ വേണം. യക്ഷി എത്ര പ്രാധാന്യമുണ്ട് അതേപോലെ ചാത്തനും നമുക്ക് പ്രാധാന്യമുള്ളതാണ് കേരളത്തിൽ. അതുകൊണ്ട് അന്ന് തന്നെ സ്ഥിതിമൂർത്തി ആയതുകൊണ്ട് ചാത്തൻ അന്ന് തന്നെ പൂജ. ദ്വാദശനാമത്തെ പോലെ തന്നെ ചാത്തൻ പ്രധാനമാണ്, അതുകൊണ്ട് അന്ന് പൂജ.
അടുത്ത നമുക്ക് ഗുപ്ത നവരാത്രിയാണ് അടുത്ത ദിവസമായിട്ട് വരുന്നത്. അന്ന് സാധാരണ പല വിഭാഗങ്ങളിലുള്ള പോലെ ഇപ്രാവശ്യം ഞാൻ എടുത്തിരിക്കുന്നത് പാലക്കാടിൻ്റെ തനത് സമ്പ്രദായമാണ്. അവരുടെ സമ്പ്രദായത്തിൽ 3 നേരത്തിൽ കാളി, ശ്രീഭദ്ര, ഭദ്രകാളിയോട് ചേർന്നിട്ടുള്ള ഗുരുതി. അതിൻ്റെ ഇടയിൽ ഒരു സംശയം, നമ്മൾ സാധാരണ നവരാത്രി എഴുത്തിനെടുത്ത് എന്ന് പറഞ്ഞ നവരാത്രിയാണ് കേരളത്തിലുള്ളത്. ഈ ഗുപ്ത നവരാത്രി, ഗുപ്തം തന്നെ ഒളിഞ്ഞിരിക്കുന്നത്, ഒളിച്ചു വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള നവരാത്രികൾ, 4 നവരാത്രികൾ പ്രധാനമായിട്ട് വരാറുണ്ട്. ഇവിടെ വരുന്ന മഹാനന്ദ നവമി എന്ന് പറഞ്ഞ വിശേഷമായിട്ടുള്ള മഹാനന്ദ നവമിയാണ്. ആ ദേവതകളെ നോക്കിക്കഴിഞ്ഞാൽ ആനന്ദ സ്വരൂപിണിയായ ഭഗവതിയാണ് നന്ദയായിട്ട് എടുക്കുന്നത്. ദേവിയുടെ പ്രത്യേകത വെച്ചാൽ ആനന്ദത്തെ എങ്ങനെയാണ് നിർവചിക്കുക? അനുഭൂതിയാണ്. അപ്പൊ ആ ദേവതയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പ്രത്യേക അവസ്ഥയിലേക്ക് പരിണമിക്കുന്നതാണ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് അത് സങ്കല്പിക്കാനേ പറ്റും, അനുഭവിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറയും. അതേമാതിരി ഒരു ഗുപ്ത സ്വരൂപമുണ്ട്, അതിന്റെ സ്വരൂപം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുപ്ത നവരാത്രി എന്ന് തന്നെ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത സാധനമാണ്, നേരിട്ട് അനുഭൂതി തലമാണ് അതുകൊണ്ട് ഗുപ്തമായിട്ട് ഇരിക്കുന്നത്. ഗുപ്തം എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം പറയുന്ന ഒരു സാധനമാണ്. ഗുപ്തം എന്ന് പറഞ്ഞാൽ രഹസ്യം എന്ന അർത്ഥത്തിൽ പറയേണ്ട, ഓപ്പൺ ആണത്. പക്ഷെ അനുഭവിക്കേണ്ടത് നിങ്ങളാ. ഓപ്പൺ ആണ്, യോഗമേ കിട്ടും. ഇതാണ് എല്ലായ്പ്പോഴും ഭാരതത്തിലെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോളണം പരസ്യമാണ്. ദേവി മുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുന്നുണ്ട്, പ്രകൃതിയാണ്. അനുഭവിക്കാൻ പറ്റണ്ടോ? പറയൂ. ഒരു രഹസ്യമല്ല, അതുപോലെ ഉണ്ട്. പക്ഷെ അനുഭവിക്കാൻ പറ്റണ്ടോ? പ്രകൃതി തന്നെയാണ് ഭഗവതി എന്ന് പറയും. അനുഭവിക്കാൻ പറ്റണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് വിഗ്രഹങ്ങൾ വേണം, ക്ഷേത്രങ്ങൾ വേണം. എന്തിനാ ക്ഷേത്രങ്ങൾ? പ്രകൃതി തന്നെ. ഡേ കണ്ണുകൊണ്ട് കാണുന്നില്ലേ, അതാണ് പ്രകൃതി. അനുഭവിക്കാൻ പറ്റണ്ടോ? ഇല്ല. അപ്പൊ ഗുപ്തമാണോ? ആണോ? അല്ല. ഇതാണ് ഗുപ്തം. കണ്ണ് തുറന്നു നോക്കിയിട്ടും കാണാനില്ല, ക്ഷേത്രത്തിൽ പോയി കണ്ണ് അടച്ചിട്ടും കാണാനില്ല. അതാണ് സത്യം. അതാണ്. അപ്പോൾ ഗുപ്ത നവരാത്രി നമുക്ക് 3 ത്രികാലത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാന മൂർത്തികളിൽ ഒന്നാണ് കാളി. അപ്പോൾ അതിൽ പഴയ സമ്പ്രദായത്തിൽ, കാളിയുടെ പഴയ സമ്പ്രദായത്തിൽ വെച്ചുകൊണ്ട്, ഇപ്പോഴത്തെ സമ്പ്രദായം അല്ല ഈ എടുത്തിരിക്കുന്നത്, പഴയ സമ്പ്രദായത്തിൽ കാളി, ശ്രീഭദ്ര, ഭദ്രകാളി 3 വിധാനത്തിലാണ് കേരളത്തിൽ പഴയ രീതിയിൽ ഉണ്ടായിരുന്നത്. ആ 3 തരത്തിൽ നിന്നുകൊണ്ട് രാത്രി ഗുരുതിയോടുകൂടി അവസാനിപ്പിക്കുന്നതാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ദേവത എടുത്തെന്ന് ചോദിച്ചാൽ കേരളത്തിൽ കാളിയാണ് എപ്പോഴും പ്രധാനമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആ ദിവസവും മാഘനവമിയും കൂടെ വന്നതുകൊണ്ട് എനിക്ക് തോന്നി കേരളത്തിൻ്റെ ഏറ്റവും അധീശ്വരമൂർത്തിയായിരിക്കുന്ന കാളിയെ നമസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് 3 വിധാനത്തിലും കാളിയായിട്ടും ശ്രീഭദ്രയായിട്ടും സൃഷ്ടിക്രമത്തിലേക്ക് കൊണ്ടുവന്നിട്ട് സംഹാരക്രമത്തിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് 3 നേരത്തെ പൂജ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആചാരപദ്ധതിയിൽ 4 ദേവതകളെയും പൂജിച്ചു, വിശേഷമൂർത്തിയായിട്ടുള്ള ഭദ്രയായി. നമ്മൾ കുറച്ച് പറയും ലോകാംബിക എന്ന് പറയുന്ന 4 വിധാനത്തിൽ മൊത്തം ദേവതകളെ എടുത്തു. അതിനുശേഷം വിധാനത്തിൽ നിൽക്കുമ്പോൾ കാളിയാണല്ലോ പ്രധാനം എന്ന് പറയുന്ന കേരളത്തിന്റെ അധീശ്വരമൂർത്തിയായിരിക്കുന്ന ഭഗവതിയെ വിളിച്ചു. കൃത്യമായില്ലേ? അപ്പൊ പദ്ധതിയിൽ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അടുത്ത ദിവസം നമ്മൾക്ക് എടുത്തിരിക്കുന്നത് 28-ാം തീയതിയിലത്തെ ഇതാണ് ദശമിയിൽ നമ്മളുടെ ഇതിൽ ഗ്രഹങ്ങളാണ് ഏത് വ്യക്തികളെയും ശരിയും തെറ്റിനെയും കൊണ്ടുവരുന്നത്. എല്ലായ്പ്പോഴും ജ്യോതിഷമായിക്കോട്ടെ ഏത് ഇതാണെങ്കിലും ഗ്രഹപാതം അപ്പോൾ അന്ന് നമ്മൾ നവഗ്രഹ പൂജയാണ് യോജിപ്പിച്ചിരിക്കുന്നത്. ദേവതകളിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഗ്രഹങ്ങളാണ്. നവഗ്രഹ പൂജയിൽ തന്നെ നമുക്ക് സൂര്യനാണ് അധീശ്വരൻ. അതുകൊണ്ട് ഒരു വിഭാഗത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന സൂര്യോപാസനകൾ നവഗ്രഹ പൂജ ചെയ്യുന്ന ഒരു ആശാനാണ് ഇതിലേക്ക് യോജിപ്പിച്ചിട്ടുള്ളത്. നവഗ്രഹ പൂജയാണെന്ന് വെച്ചാൽ നവഗ്രഹ പൂജയാണ്, പക്ഷെ ഉപാധിയായിട്ട് എടുത്തിരിക്കുന്നത് വിശേഷമായിട്ട് സൂര്യനാണ്. ആ സൂര്യനല്ല, ഇവിടുത്തെ വിശേഷ സൂര്യനായിട്ട് തന്നെ സങ്കല്പിച്ചുകൊണ്ട് ഗ്രഹാധിപതിയായിരിക്കുന്ന സൂര്യനെ വെച്ചുകൊണ്ട് നവഗ്രഹങ്ങൾ ഉപാസിച്ചിട്ട് സൂര്യസമ്പ്രദായത്തിൽ ഉള്ള ക്രിയയാണ് നവഗ്രഹ പൂജയായിട്ട് എടുത്തിരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ചില മലവിളിക്കുള്ള ദൈവങ്ങളുടെ ദൈവം പ്രകൃതി എന്നൊക്കെ മലയാളിച്ചൊല്ലാണ്. അതാണ് തന്നെയാണ് അതേ ക്രമത്തിൽ തന്നെ പഴയത്. ഇപ്പൊ സൂര്യപൂജ മഹാഗുരു എന്നർത്ഥം സൂര്യൻ. അതെ, അങ്ങനെ തന്നെയാണ്. അതിനൊപ്പം തന്നെ ഹനുമാൻ പൂജ യോജിപ്പിച്ചത് അന്നേ ദിവസം തന്നെ. കാരണം ഹനുമാൻ എടുത്തിരിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഗ്രഹങ്ങളെ ബാധിക്കാത്ത ദേവനാണ്. ഇവൻ കലി പോലും ബാധിക്കില്ല എന്ന് പറയും. അപ്പൊ ഗ്രഹബാധയ്ക്ക് ഏറ്റവും ഉപരിയായി നിൽക്കുന്നതാണ് ഹനുമാൻ. അതിന്റെ വളരെ വിശേഷം എന്താ വെച്ചാൽ പവനപുത്ര എന്നാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 വിഷയങ്ങൾ ചേർത്താണ്. നിങ്ങൾ പറയും പൂയതേ അഗ്നി സംയോഗേനീതി പവന. ഉദരത്തിലെ അഗ്നിയോട് ചേർന്ന് ജലസ്ഥാനത്തോടുകൂടി ഉപരിഗമിക്കുന്ന ദേവനെയാണ് പവനൻ എന്ന് പറയുന്നത്. വായുവാണ്, പക്ഷെ വിശേഷ പ്രതിപത്തി ഉണ്ട്. പവനൻ മാരുത തുല്യവേഗ, അവൻ മാരുതന് തുല്യമാണ്. ശ്രദ്ധിച്ചോളാം, മാരുതനും പവനനും ഒരേ വായു തന്നെയാണ്, പക്ഷെ പേര് വേറെ.
അപ്പോൾ ഉദരത്തിൽ ഊർധഗതിയായി സഞ്ചരിക്കുന്ന ഹനുമാനെയാണ് പൂജിക്കുന്നത്. ഒപ്പം തന്നെ അവൻ മാരുത തുല്യവേഗ, കണ്ഠത്തിൽ നിന്ന് ഹൃദയം വരെയുള്ള മരുദ്ഭാഗമാണ് മാരുതൻ എന്ന് പറയുന്നത്. നമുക്ക് നിയന്ത്രണമില്ല. അപ്പോൾ അതിൻ്റെ തുല്യ വേഗമാണ്, പ്രാണന്റെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഹനുമാനെ വെച്ചാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സൂര്യന്റെ തുല്യമാണ്. ശ്രദ്ധിച്ചാൽ മതി, സൂര്യനെ പിടിക്കാൻ ഓടിയവരാണ്. ഗ്രഹങ്ങൾക്ക് ഉപരിയാണ് ഹനുമാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു യുക്തിയാണ്, സൂര്യനെ ഉപാസിക്കുകയും വേണം, അതോടൊപ്പം തന്നെ സൂര്യോപരി ചിത്രവും വേണം. സൂര്യന്റെ ഏറ്റവും അടുത്തെത്താൻ ശ്രമിച്ച ഒരാളെന്ന പിടിപ്പിച്ച മനുഷ്യൻ എന്ന് പറയില്ലേ. അപ്പോൾ എനിക്ക് തോന്നി എന്താന്ന് വെച്ചാൽ ഒരേ സമയം തന്നെ സൂര്യോപാസനയോടുകൂടി ഗ്രഹങ്ങളെ പൂജിക്കുകയും ഗ്രഹാധിപതിയായിരിക്കുന്ന സൂര്യനെ നമസ്കരിക്കുകയും ഒപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഹനുമാനെ കൂടെ പൂജിച്ചാൽ ആ വിധാനം പൂർത്തിയാകും. ഇതാണ് നമ്മളുടെ അടുത്തത്. ജനുവരി ഇതിൻ്റെ കൂടെ തന്നെ ശരിക്കും അക്ഷരക്കളരി എന്ന് പറഞ്ഞൊരു വിധാനമുണ്ട്. കേരളത്തിൽ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ കുറഞ്ഞു പോയതാണ്. 50 അക്ഷരങ്ങൾ, ഇച്ചിരി 51 പറയുമെങ്കിലും 50 നമ്മൾ പറയുക. ഹാർദ്ധകലയെ നമ്മൾ അക്ഷരമായിട്ട് എടുക്കാറില്ല. അപ്പോൾ 50 അക്ഷരങ്ങൾ പറയും. 51 അക്ഷരാളി എന്ന് പറഞ്ഞ് പറയുമെങ്കിലും 50 നമ്മൾ പറയുക. അപ്പോൾ ഈ 50 അക്ഷരങ്ങളെ കളരിയിൽ നമസ്കരിക്കാറുണ്ട്. അക്ഷരങ്ങളെയും നമസ്കരിക്കാറുണ്ട്, ദേവതയായിട്ട് കണക്കാക്കിയിട്ട്. കാല് വെക്കുന്നത് ഈ 51 അക്ഷരമായിട്ടാണ്. അപ്പോൾ ആ വിധാനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. ഞാൻ രണ്ടുപേരത്ത് പറഞ്ഞിട്ടുണ്ട്, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനത്തെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ ആ ദിവസത്തിലേക്ക് അക്ഷരകളരിയെയും യോജിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുറത്തേക്ക് വരാത്തത് കൊണ്ടും അവരെ പ്രത്യേക വിധാനത്തിലുള്ളതായതുകൊണ്ടും സാധാരണ പുറത്ത് ചെയ്യാറില്ല. അവർ ആ കളത്തിൽ മാത്രം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ ആ ദിവസം വരികയാണെങ്കിൽ അന്ന് തന്നെ അക്ഷരക്കളരിയും കൂടെ വരും. അതിനൊരു ഗുണം എന്ന് വെച്ചാൽ അക്ഷരങ്ങളെയാണ് നമ്മൾ സാധാരണ ഉപാസിച്ചുകൊണ്ട് ഇവരെല്ലാം നിയന്ത്രിക്കുന്നത് ഗ്രഹങ്ങളെ. അതുകൊണ്ട് അക്ഷരങ്ങളെയും കൂടെ അന്ന് ദിവസം യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ഏകാദശിയാണ്. അടുത്ത ദിവസം വരുന്നത് ജയ ഏകാദശിയാണ്. അന്ന് നമ്മൾ കൃഷ്ണപൂജയാണ് എടുത്തിരിക്കുന്നത് വിശേഷമായിട്ട്. കൃഷ്ണൻ പ്രാണസ്വരൂപനാണ്. പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കർഷണം ചെയ്യുക എന്ന് പറയുന്നത് വായുവിനെ ഉള്ളിലേക്ക് വലിക്കാൻ കലപ്പയെ പോലെ വലിക്കുന്നതിൽ ഏറ്റവും പ്രധാനിയാണ് കൃഷ്ണൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് വിദ്യാഗോപാല മന്ത്രവും സന്താനഗോപാല സ്വരൂപമായിരിക്കുന്ന കൃഷ്ണനെയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിദ്യ. ജ്ഞാനത്തിന്റെ നിയന്ത്രണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏറ്റവും ബുദ്ധിമാന്മാരാണ് കേരളത്തിൽ. നമ്മൾ ഭാരതത്തിൽ എവിടെ പോയാലും പറയാറുണ്ട് എഡ്യൂക്കേറ്റഡ് ഇഡിയറ്റ്സ് എന്ന് പറയും നാളെ കേരളക്കാരെ. ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, കയ്യിൽ മുഴുവൻ വേഗം. അതെ. അപ്പോൾ ഞാൻ പുറത്ത് സഞ്ചരിക്കുന്നതുകൊണ്ടാവാം ഏറ്റവും കൂടുതൽ കേരളക്കാരെ പറ്റി നിർത്തണം എന്ന് പറയും. അപകടകാരികൾ എന്ന് പറയാം മലയാളികൾ. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ബുദ്ധിയും ബോധവും എല്ലാം ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ വകതിരിവ് എന്ന് പറയുന്ന സാധനം പെട്ടുപോയിട്ടുണ്ടോ. പറയുന്നത് സത്യം പറഞ്ഞാൽ ഐ എം പ്രൗഡ് ടു ബി എ കേരളൻ, ബട്ട് എൻ്റെ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റിൽ പോയാലും എനിക്ക് തോന്നിയിട്ടാണ് അപകടകാരികൾ ആരാന്ന് ചോദിച്ചാൽ കേരളക്കാരെന്ന് പറയും, മലയാളികൾ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, നമുക്ക് അത്യാവശ്യം വേണ്ടത് ബോധവും ബുദ്ധിയുമാണ്. അതുകൊണ്ട് കൃഷ്ണനാണ് അതിൻ്റെ അധീശൻ. അതുകൊണ്ട് വിദ്യാഗോപാലൻ. ഇന്ദ്രിയങ്ങൾ അടക്കുക എന്നുള്ളതാണ് പ്രമാണം. അപ്പോൾ ഗോപാല ശബ്ദം എടുത്തിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ അടക്കുന്നതാണ്. ഗാംപാലയതി ഗോരിന്ദ്രിയ ഇത്യർത്ഥ. ഇന്ദ്രിയങ്ങൾ അടക്കി അതിനെ പാലന പോഷണം ചെയ്യുന്നവരാണ് ഗോപാലൻ. പ്രത്യേകിച്ച് ജ്ഞാനസ്വരൂപത്തെ കൊണ്ട് ഇന്ദ്രിയങ്ങൾ അടക്കി കഴിഞ്ഞാൽ പകുതി വ്യത്യാസം വരും. അതുകൊണ്ട് വിദ്യാഗോപാല മന്ത്രവും. രണ്ടാമത്തെ സന്താന പ്രശ്നം കേരളത്തിൽ കൂടുതലാണ്. കുട്ടികൾ ഒരുപക്ഷെ ഇതിന്റെ റിസൾട്ടായിട്ട് ഒരു ചാനലിലെ മറ്റേ കടിപിടി കൊണ്ട ചർച്ചയ്ക്ക് ചിലപ്പോൾ നന്നേക്കില്ലേ. റിസൾട്ട് സിമ്പിളായിട്ട് റിസൾട്ട് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഇരുന്നുള്ള തല്ലൂട്ടം നിൽക്കും. അതാണ് സത്യം. വെറും കാര്യമില്ലാത്ത കാര്യത്തിൽ കയറിയിട്ടുള്ള നമ്മൾക്ക് ഇന്ന് നോക്കിയാൽ ഞാൻ മറ്റൊരു സ്ഥാനത്ത് ഞാൻ കമന്റ് പറയാറില്ല, എന്നാലും ഞാൻ പറയാറുണ്ട്, 1 മിനിറ്റ് കൊണ്ട് തീരേണ്ട കാര്യത്തെ നമ്മൾ 1 മണിക്കൂറാക്കും ശരിക്കും. കാരണം അങ്ങനെ ആക്കിയാൽ മാത്രമേ നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അതെ, ജയരാജേട്ടൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് തന്നെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ്, താൻ ആരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിച്ചാൽ മതി, ആരാണെന്ന് താനെന്ന് സമൂഹത്തിൽ കാണിക്കാൻ വേണ്ടിയാണ് 90% വാക്കുകൾ. അതുകൊണ്ട് സമൂഹത്തിൽ എന്ത് ഗുണം എന്ന് ചോദിച്ചാൽ അറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ നോക്കേണ്ടത്, ജ്ഞാനം ഉണ്ടായാൽ വൃക്ഷത്തെ പോലെയാണ്, ഫലം വന്നു കഴിയുന്നതനുസരിച്ച് കുഞ്ഞു വരുന്നതാണ്. ഇവിടെ നേരെ വിപരീതമാണ്. എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ കുറച്ചറിയുമ്പോഴേക്കും അഹങ്കാരം കൂടി വരുന്നതാണ്. അപ്പോൾ നല്ല കുട്ടി ഉണ്ടാവണമെന്ന് പറയും. അത് ശ്രദ്ധിച്ചോളണം. ഇവിടെ സന്താനഗോപാലം എല്ലായ്പ്പോഴും വിട്ടുപോകുന്നൊരു സാധനമുണ്ട്. സന്താനഗോപാലം എന്ന് പറഞ്ഞാൽ കുട്ടി ഉണ്ടാക്കാനുള്ള പൂജയാണെന്നാണ് പറയുന്നത്. നേരെ വിപരീതമാണ്. അല്ല, അന്നം കിട്ടാനുള്ള പൂജയാണ്. അന്നം കിട്ടാനുള്ളത് എന്തുകൊണ്ട് സത്സന്താനം കിട്ടുക എന്ന് പറയും. ശ്രേയസ്സും പ്രേയസ്സും എന്ന് പറയും. അപ്പോൾ ശ്രേയ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള അന്നമാണ്.
എന്താ കാര്യം എന്ന് വെച്ചാൽ ശുദ്ധമായ അന്നമാണ് ഒരു പുരുഷന്റെ രേതസ്. രക്തമാവുകയും ആ രക്തത്തിലൂടെ രേതസ്സാണ് കുട്ടിയായി മാറുന്നത്. ആ കുട്ടിയാണ് സന്താനമായിട്ട് വരുന്നതും ശ്രേയസിനെ ഉണ്ടാക്കുന്നതും. അപ്പൊ കാരണം ആരാ? ഓ, ഈ നല്ല ശുദ്ധമായ അന്നം കഴിച്ച് അത് മാറ്റം വന്ന് പുത്രനായി അവൻ ഉണ്ടാക്കുന്ന യശസ്സാണ് എന്റെ അതെ. യശസ് അല്ലെ? അപ്പോ ശ്രേയസ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? നല്ല ശുദ്ധമായ അന്നം അന്നം. വേണം. അപ്പൊ സന്താനോപാധിയോടെ എന്താ ദേവനടുത്ത് പൂജിക്കുന്നത്? നമുക്ക് ശുദ്ധമായ അന്നം കിട്ടുക എന്നുള്ളതാണ്. കൃത്യമായ അന്നമായിരിക്കണം എനിക്ക് കഴിക്കാൻ വരേണ്ടത്. അതെ, അതാണ് അർത്ഥം. അപ്പൊ ശുദ്ധമായ വിദ്യ എന്ന് പറഞ്ഞാൽ അന്നത്തിലൂടെ സൂക്ഷ്മമാണ് മനസ്സ്, വിഷയങ്ങൾ കൃത്യമാവും. അപ്പൊ ഈ രണ്ടും ചേർന്നാൽ ഒരു വ്യക്തി ശുദ്ധമാണ്. അപ്പൊ സന്താന ഗോപാല മന്ത്രം എന്ന് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ശുദ്ധമായ അന്നത്തെ ഉണ്ടാക്കുന്നതാണ് സന്താന ഗോപാലം. ഒരു കുട്ടി ഉണ്ടാവുന്നതിന് ഉറപ്പിച്ചോളം അന്നം ശുദ്ധമായതുകൊണ്ടുള്ള രേതസ് ശുദ്ധമായതുകൊണ്ടാണ് കുട്ടി. അപ്പൊ ദേവൻ എവിടെ കളിക്കുക? അന്നത്തിലാണ്. കൃത്യമായില്ലേ? അപ്പൊ അടുത്തത് കേരളത്തെ ഏറ്റവും പ്രധാനമായിട്ട് മറ്റേ വിളയിൽ കൊണ്ടുപോയിട്ട് വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ കുട്ടി ഉണ്ടായതിനു ശേഷം പിന്നെ യശസ് ഉണ്ടാക്കുന്നവരും കാര്യമില്ല. അവനെ എങ്ങനത്തെ പറയാൻ പറ്റില്ല. ആദ്യം യശസ്സായിരിക്കുന്ന ഒരു പ്രേയസും ശ്രേയസും നമ്മൾ ചിന്തിക്കേണ്ടെങ്കിൽ അന്നത്തിൽ വരണം. അപ്പൊ ഒരു 3 മാസം മുമ്പെങ്കിലും അന്നശുദ്ധിയോടുകൂടി, 3 മാസം മുതൽ 6 മാസം ഷണ്മാസമെങ്കിലും വേണമെന്നാണ്. അന്നം ശുദ്ധമായി നിങ്ങൾ അതിലൂടെ സൃഷ്ടിച്ചാൽ മാത്രമേ രേതസ് ശുദ്ധമായി അതിലൂടെ ഉണ്ടാവും. ആത്യന്തികമായിട്ട് അന്നമാണ് കുട്ടിയുടെ ശ്രേയസ്സായിട്ട് മാറുന്നത്. സന്താന ഗോപാലം എടുക്കുമ്പോൾ കുട്ടി തരികയല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ശുദ്ധമായ അന്നമായി വന്ന് വേദസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് സത്സന്താനത്തെ തരുന്നവനാണ് സന്താന ഗോപാലൻ. അപ്പൊ കൃഷ്ണൻ ഇതാണ്. അപ്പൊ ഈ 2 ഭാഗം ചെയ്താൽ കേരളത്തിന്റെ പകുതി പ്രശ്നം നമുക്ക് സന്താന ഗോപാലം കൃത്യമാവും. അന്ന് തന്നെ ഗരുഡ പൂജ എടുത്തിട്ടുണ്ട്. ഗരുഡ പൂജ അത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കേരളത്തെ സംബന്ധിച്ചു കഴിഞ്ഞാൽ ഗരുഡൻ ഒരു പ്രധാന മൂർത്തിയാണ് വിഷവൈദ്യത്തിൽ. വിഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചും ഗരുഡന്റെ വിധാനത്തിൽ, പ്രത്യേകിച്ച് തന്ത്രത്തിലും മന്ത്രവാദത്തിലും കുറച്ച് കൂടുതലായിട്ട് വിഷഹാരിയായിട്ടാണ് ഗരുഡന് പറയുന്നത്. വിഷം എന്ന് പറഞ്ഞാൽ പാമ്പിനെ കൊത്തുന്നതല്ല. വിഷം എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് തടസ്സമുണ്ടാക്കുന്ന എല്ലാം വിഷമാണ്. അപ്പോൾ ഗരുഡ പഞ്ചാക്ഷരിയോ ഗരുഡ വിധാനം ഒരുപാട് മന്ത്രങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ക്രിയ എടുത്താൽ ഇന്ന് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം അന്നദോഷമാണ്. വിഷം കയറിയിട്ട് എല്ലാ ഏത് വിഷങ്ങളും നിങ്ങളുടെ ശരീരത്തിന് തടസ്സം വരുന്ന, ശരീരബുദ്ധിക്ക് എന്ത് തടസ്സം വരുന്നുണ്ടോ അത് മുഴുവൻ വിഷമാണ്. അപ്പൊ അതിനെ തടസ്സം നീക്കാനായിട്ട് ഏറ്റവും എളുപ്പ വഴി വിഷഹാരിയായിരിക്കുന്ന ഗരുഡാദികളാണ്. അപ്പോൾ വിഷസഞ്ചരണത്തിൽ തടസ്സം നിർത്തുന്നില്ലെങ്കിൽ അവിടെ തടയുന്ന ഏതെങ്കിലും ഒരു ഇതാണ് ഗാരുഡൻ. ഗാരുഡൻ എന്ന് പറഞ്ഞാൽ ഗരുഡനാണെന്ന് വിചാരിക്കരുത്. ഗരുഡൻ മാത്രമല്ല ഗാരുഡത്തിൽ. ഗാരുഡ തന്ത്രം എന്ന് പറഞ്ഞാൽ ഗരുഡോപാസന മാത്രമല്ല, അതിൽ പലതും വരും. പ്രധാനം ഗാരുഡമാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് വിഷപ്പാമ്പിനെ എന്റെ ശത്രുവായ ഗരുഡനെയൊക്കെ നമുക്ക് കഥകളിലൂടെ മനസ്സിലേക്ക് കയറ്റാൻ വേണ്ടി വെച്ച കഥകളാണ്. ഗരുഡ എന്നാണ്. അതായത് ഈ 2 ഭാഗങ്ങളില്ലേ, ഈ 2 ഭാഗത്തുനിന്നും ഊർധ്വഗതിയിലേക്ക് സഞ്ചരിക്കുന്ന പ്രാണനെ പറയുന്ന പേരാണ് ഗരുഡൻ. അപ്പോൾ സ്ഥിതിമൂർത്തിയായിരിക്കുന്ന വിഷ്ണു ഊർധ്വഗതിയായി സഞ്ചരിക്കുമ്പോഴാണ് സ്ഥിതി നിലനിർത്തുന്നത്. അപ്പൊ അതിന് കാരണമായി 2 സൈഡിൽ കൂടെ ഊർധ്വഗതിയായി സഞ്ചരിക്കുന്ന ഭാവത്തെയാണ് ഗരുഡൻ പ്രതികരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായാൽ വിഷം കൃത്യമാവും, അന്നം ശുദ്ധി വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇത് നിലനിർത്താനാണ്. പ്രത്യേകിച്ച് വിഷം വരുന്നത് ഉദരത്തിലേക്ക് കയറിയാൽ മന്ദാഗ്നിയാണ്, അല്ലെങ്കിൽ അത്യഗ്നിയിലേക്കാണ് വരിക. 2 അവസ്ഥയിൽ ഉണ്ടാക്കുക. അപ്പൊ ഈ 2 അവസ്ഥകളെ നിയന്ത്രിക്കുന്നതാണ് ഗരുഡൻ. അപ്പൊ ഈ 2 ഭാഗത്തും ഊർധ്വഗതിയിലേക്കും നോക്കിയാൽ മതി, ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ഗരുഡന്റെ തല ഇവിടെ നിൽക്കുകയാണെങ്കിൽ 2 ചിറകാണ്, 2 വായുക്കൾ. അപ്പൊ ഊർധ്വഗതിയിലേക്ക് ഇവനെ നിയന്ത്രിച്ചാൽ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും വിഷത്തെ നിയന്ത്രിക്കാം. വിഷം കയറുന്നതിന് മുമ്പ് ഇവൻ അവിടെ എത്തുന്നുള്ളതാണ് നിയമം. അതായത് കാലിൽ കടിച്ച പാമ്പിന്റെ വിഷം ഇവിടെ എത്തുന്നതിന് മുമ്പ് ഗരുഡൻ അവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മളുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ഊർജ്ജം അല്ലെങ്കിൽ ആ ഭാവ അല്ലെങ്കിൽ ആ ദേവത തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ പാമ്പ് കടിച്ചാൽ നമ്മളെ ബാധിക്കില്ല. ഇങ്ങനെയാണ്. അപ്പോൾ ശരീരത്തിലെ വിഷം വളരെ പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്, ശരീരത്തിൽ ദോഷകരമായി ബാധിക്കുന്നത്. അതുകൊണ്ട് വിദ്യാഗോപാല മന്ത്രം അന്നൊക്കെ ഉണ്ടെങ്കിലും അതിനെ നിയന്ത്രിക്കുന്ന ഗരുഡൻ അവിടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് വൈഷ്ണവമൂർത്തിയുടെ കൂടെ എല്ലാം എപ്പോഴും ഗരുഡൻ ഉണ്ടാകുന്നത്. അവരെ ധരിക്കുന്നത് അവനാണ്. അതായത് സ്ഥിതിമൂർത്തിയായിരിക്കുന്ന വിഷ്ണുവിനെ ധരിക്കുന്നത് ഗരുഡനാണെങ്കിൽ എന്തായിരിക്കും അവിടെ ധരിക്കുക? അതിന്റെ പ്രാണന്റെ സഞ്ചരണം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഗരുഡ ധ്യാനം പ്രത്യേകം എടുത്തുകൊണ്ട് വിഷഹാരിയായിരിക്കുന്ന ഗരുഡനെ അവിടെ യോജിപ്പിച്ചു. ഇവിടെ എനിക്ക് തോന്നുന്നത് അപൂർവമായിട്ടുള്ള ക്ഷേത്രം ഒരുപക്ഷെ കേരളത്തിൽ അവിടെ മാത്രമുള്ള ക്ഷേത്രം അത്രേ ഉള്ളൂ. ഗരുഡന്റെ വിധാനത്തിലുള്ള ഒരുപാടുണ്ട്. പക്ഷേ നമ്മളുടെ ഇത് മാത്രമാണ് വിഷഹാരിയായിരിക്കുന്ന ഗരുഡന്റെ പൂജ ഉള്ളതും വിഷസങ്കല്പത്തിൽ പ്രത്യേകം പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അല്ല, തിരുനാവായിലൊരു ഗരുഡ ക്ഷേത്രമുണ്ട്. ഗരുഡക്കാവുണ്ട്. അതെ, പ്രത്യേകിച്ച് ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഗരുഡൻ ഇവിടെ മാത്രം ഇങ്ങനത്തെ വിധാനമുണ്ട്.
അതായത് മന്ത്രവാദ ക്രമത്തിൽ ഇല്ലെങ്കിൽ തന്ത്രക്രമത്തിൽ ഒരു പ്രത്യേക വിധാനത്തിലേക്ക് വിഷത്തെ യോജിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ഈ രണ്ടിൻ്റെയും നമ്മളിപ്പോൾ കുറച്ച് പറയുന്ന വിദ്യാഗോപാലനായിക്കോട്ടെ സന്താനഗോപാലനായിട്ട് വൈഷ്ണവ പ്രകൃതിയായിരിക്കും ഏതിനെയും ധരിക്കുന്നത് ഗരുഡനായതുകൊണ്ട് അതിൻ്റെ പൂജ പൂർത്തിയാണെങ്കിൽ ഗരുഡൻ വേണം. അതുകൊണ്ട് ഗരുഡനുകൾ യോജിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ, എന്നാലും യോജിപ്പിച്ചിട്ടുണ്ട്. ഒരു നിലവിളക്ക് കത്തിച്ചാലും മതി, ഗരുഡന്റെ സാന്നിധ്യം ഉണ്ടാവണം. നമ്മളിപ്പോൾ പൂജ ഇല്ലെങ്കിലും സാരമില്ല, ഗരുഡ പൂജാദികൾ വിഷവൈദ്യമൊന്നും പുറത്ത് പ്രയോഗിക്കാറില്ല സാധാരണ. അനാവശ്യമായിട്ട് ദേവനെ വിളിക്കാറില്ല, ആവശ്യത്തിനെ വിളിക്കാൻ പാടുന്നതാണ് പഞ്ചാക്ഷരത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് വിശേഷക്രിയയ്ക്ക് അല്ലെങ്കിൽ പോലും ദേവൻ എവിടെ സാന്നിധ്യത്തിൽ കൊണ്ടുവരാൻ നിലവിളക്കെങ്കിലും ഉണ്ടാവണം. അത് ആരെങ്കിലും ഒരു കൊച്ചുകുട്ടി നിലവിളക്ക് എത്തിച്ചാലും ഗരുഡ പഞ്ചാക്ഷ ഇല്ല മതി, ദേവൻ അവിടെ ഉണ്ടാവും. അപ്പോൾ വിദ്യാഗോപാലവും സന്താനഗോപാലവും ചെയ്ത് അന്ന് ഉച്ചയ്ക്കുള്ളിൽ തന്നെ ഗരുഡ പൂജയെ അവസാനിപ്പിച്ചാൽ ആ ദിവസത്തെ കഴിയും. അത് കഴിഞ്ഞാൽ നമുക്ക് ജനുവരി 30 വിശ്വകർമ്മ ദിവസമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഈ വിശ്വത്തിന്റെ അധീശ്വരനായിരിക്കുന്ന ദേവനെല്ലാം ഇപ്പോഴും ഉണ്ടാവും, ഈ പ്രകൃതി നമ്മൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് വിശ്വകർമ്മ ഭാവത്തിൽ നമുക്കൊരു പൂജ വേണം. പ്രത്യേകിച്ച് സ്ഥപതികളിലെല്ലാം വിശേഷ പൂജകരാണ്. ഈ പ്രകൃതി തന്നെയാണല്ലോ സ്ഥാപത്യമായിട്ട് നിൽക്കുന്നത്. തിരുനാളെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ പെരുന്തച്ചൻ അവിടെ ഒരുവിധപ്പെട്ട പത്മക്ഷേത്രമാണെങ്കിലും തിരുനാവായ ക്ഷേത്രമാണെങ്കിലും എല്ലായിടത്തും അദ്ദേഹത്തിന് കൈ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് സ്ഥപതികളിൽ പ്രത്യേകിച്ച് ആ വിധാനത്തിൽ ഒരു പൂജ, ഒരു നിലവിളക്കെങ്കിൽ നിലവിളക്ക് അവരുടെ 2-3 വിധാനങ്ങളുണ്ട്. ഇപ്പം അത് നഷ്ടപ്പെട്ടു എന്നല്ല, എന്നാലും അവരുടെ കൊണ്ടുവന്ന് ആ പരമ്പരയെ നമസ്കരിച്ചുകൊണ്ട് ഒരു നിലവിളക്ക് കത്തിച്ച് വിശ്വകർമ്മ പൂജയായിട്ട്, വിശ്വകർമ്മം എന്ന് പറഞ്ഞാൽ ആ സ്ഥപതികളുടെ ദേവത എന്താണോ അവരുടെ വിധാനത്തിലേക്ക്, ഞാൻ വിശ്വകർമ്മ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദേവതയായിട്ടല്ല, അവരുടെ കുലധർമ്മത്തിന് ഏത് ദേവതയാണോ ആ ദേവതയെ അവിടെ കൊണ്ടുവന്ന് നമസ്കരിച്ചിട്ട് പൂജിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പദ്ധതി ക്രമത്തിൽ പൂർത്തിയായിട്ട് വരും. ഇനി അടുത്ത നമുക്ക് ത്രയോദശിയാണ്. ചതുർദശി ചേർന്നാണ്, പ്രദോഷവ്രതത്തോട് കൂടിയതാണ്. അന്ന് നമ്മൾ വിചാരിക്കുന്നത് ദക്ഷിണാമൂർത്തിയാണ്. കാരണം ദക്ഷവൃദ്ധം എന്ന് തന്നെയാണ്, ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. തന്നിൽ നിന്ന് തന്നെ ജ്ഞാനത്തിനെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വടവൃക്ഷത്തെ പോലെയാണ്. അതുകൊണ്ട് ദക്ഷിണാമൂർത്തിയെ പൂജിച്ചുകൊണ്ട് ജ്ഞാനത്തെ ഉറപ്പിക്കാം. ദക്ഷിണാമൂർത്തിയുടെ ഗുണം എന്ന് വെച്ചാൽ ഒരു പരമ്പരകളെത്തും. പരമ്പരകളിലെല്ലാം അധീശ്വരമൂർത്തിയാണ്. അതായത് നമ്മളുടെ മുൻ തലമുറയിൽ ആര് എന്ത് അറിവ് നമുക്ക് തന്നാലും അവരിൽ ദക്ഷിണാമൂർത്തിയുടെ ഭാവം വരുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഒരു രസം കൂടി ഉണ്ട്. ജൂനാഘാടയുടെ പരമസ്ഥാനം ദക്ഷിണാമൂർത്തിക്കാണ്. ശരിക്കും ദത്തനാണ്, ദത്താത്രേയനാണ്. ദക്ഷിണാമൂർത്തിയുടെ ശരിക്കും ദത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാ ദേവതയായിട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ദത്തന് പകരം നമ്മൾ ദക്ഷിണാമൂർത്തി ഭാവസങ്കല്പത്തിൽ. അപ്പൊ പക്ഷേ ജൂനാഘാടയുടെ തലവൻ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നു പറയണതൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ദക്ഷിണാമൂർത്തി ഭാവം രണ്ടാണ്, ദത്തന്റെയും ഇതിന്റെയും ഭാവം രണ്ടാണ്, പക്ഷെ ആശയം നോക്കിക്കഴിഞ്ഞാൽ ഞാനാണ്. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ദക്ഷിണാമൂർത്തി ആയതുകൊണ്ട് ഞാൻ ദക്ഷിണാമൂർത്തി പൂജ യോജിപ്പിച്ചിട്ടുണ്ട്. ദക്ഷിണാമൂർത്തിയുടെ ഗുണം എന്ന് വെച്ചാൽ സകല ജ്ഞാനത്തിന്റെ അധീശനാണ്. അവിടെ ഗുരുവാദം ഉൾപ്പെടെ എല്ലാം കയറും. ദേവയാനത്തിൽ തന്നെ ഗുരുവാദവും കൂടെ വരുന്നതുകൊണ്ട് ഞാൻ ദക്ഷിണാമൂർത്തി എടുത്തിരിക്കുന്നു. പിന്നെയുള്ളത് വേട്ടക്കരനാണ്. അന്ന് തന്നെ വൈകുന്നേരം വേട്ടക്കരനാണ്. അതും കേരളത്തിന്റെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ശിവന്റെ ശിവപാർവതി ഭാവത്തിൽ നിൽക്കുന്ന വേട്ടക്കനുണ്ട്, വേട്ടയ്ക്ക് ഒരു മകനുണ്ട്. ഇതിൽ വേട്ടക്കരനായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. കാരണം അവിടെ ശിവന്റെ ഒരു പരമ സാന്നിധ്യം തിരുനാവായിലുള്ളത് കൊണ്ടും എനിക്ക് തോന്നുന്നു വേട്ടക്കരന് ഇമ്പോർട്ടൻ്റ് ആണ്. തിരുനാവായിലെ തളി ക്ഷേത്രം വളരെ പ്രശസ്തമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എവിടെയെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. ഒരുപാട് തകർക്കപ്പെട്ടിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല തിരുനാവായിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പ്രധാന മൂർത്തി വേട്ടക്കരനാണ് പല വീടുകളിലും. അതുകൊണ്ട് വേട്ടക്കരൻ കാരണം പ്രധാന, എനിക്ക് തോന്നുന്നു നമ്പൂതിരിമാരുടെ മാത്രമല്ല അല്ലാതെ നിൽക്കുന്ന യുദ്ധമൂർത്തികളായിട്ടൊക്കെ നിൽക്കുന്നതിൽ ഈ വേട്ടക്കരും ഒരു പ്രധാനമാണ്. തിരുനാവായി പറ്റി നോക്കിക്കഴിഞ്ഞാൽ പാലക്കാടാണെങ്കിലും പല സ്ഥലങ്ങളിലും തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ മുൻപിലത്തെ വേട്ടക്കരന്റെ കാവുകൾ ഇപ്പൊ നിലമ്പൂർ എല്ലാം വരുന്നുണ്ടല്ലോ, പ്രധാനപ്പെട്ട വേട്ടക്കരൻ കാവുകളല്ലാണ്ട്. എനിക്ക് തോന്നുന്നു തിരുമാതാമെന്ന് ബെൽറ്റ് നിൽക്കുന്നതിലെല്ലാം കുറെ ക്ഷേത്രങ്ങളിൽ വേട്ടക്കരനായിട്ട്. അതുകൊണ്ട് വേട്ടക്കരൻ ആണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെ ദക്ഷിണാമൂർത്തി പൂജ വേട്ടക്കരനായിട്ട് നിൽക്കുന്നു രണ്ടുപേരുടെയും. അടുത്ത നമുക്ക് വരുന്നത് മാഘപൂർണിമയുടെ ബേസ് ചെയ്തിട്ടാണ്. ഫെബ്രുവരി 1 മാഘപൂർണിമയാണ് അന്ന് നമ്മൾ നോക്കുന്നത്. ശരിക്കും ശ്രീചക്ര പൂജയാണ് പ്രധാനമായിട്ടും ഉണ്ട്. പക്ഷെ ശ്രീചക്ര പൂജ ഓൾറെഡി അവർ തിരുനാവായിക്ക് പ്രത്യേകം ശ്രീചക്ര പൂജ ഉണ്ട് ക്ഷേത്രത്തിൽ തന്നെ. അത് എനിക്ക് തോന്നുന്നു 2ാമത്തെ നവാവരണ ചക്രമായിട്ട് അവരൊരു പൂജയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തിരിക്കുക വെച്ചാൽ മാഘപൂർണിമ അനുസരിച്ച് അമ്മമാരുടെ പൂജ യോജിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ മൂകാംബിക വിധാനം എന്ന് പറഞ്ഞൊരു വിധാനമുണ്ട്, മൂകാംബിക കൽപ്പത്തിന്റെ. ആ കൽപ്പത്തിൽ ശരിക്കും 3 ഭഗവതിമാരെ ചേർത്തിട്ട് മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാഭഗവതിയായിട്ട് യോജിപ്പിച്ചുകൊണ്ട് സകല ദേവതയുടെയും ഭാവത്തെ സങ്കല്പിച്ചുകൊണ്ട് സർവായുധ സ്വരൂപിണിയായിട്ടൊരു ദേവതയുണ്ട് മൂകാംബികയായിട്ട്. ആ ദേവതയെ പൂജിച്ചിട്ട് സകല ദേവതാ സ്വരൂപിണിയാണ്. അതായത് ശ്രീചക്രത്തിൽ നിൽക്കുന്ന അതേ ഭാവത്തിനെ നമുക്ക് ഇതിലേക്ക് യോജിപ്പിക്കാം.
മൂകാംബിക കൽപ്പത്തിന്റെ ബേസിൽ ആ ദേവതയെ യോജിപ്പിച്ചുകൊണ്ട് പറ്റുവാണെങ്കിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 36 അമ്മമാർ അല്ലെങ്കിൽ 90 പേര് 89 കണക്കിൽ 81 അമ്മമാരെ നിർത്തിക്കൊണ്ട് ഈ മൂകാംബിക വിധാനത്തിൽ ഒരു പൂജ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതിനെല്ലാം പൂർണ്ണതയിൽപ്പെട്ട അമ്മമാര് നിലനിൽക്കും. ഭഗവതിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവരുടെ ഒരു പൂജയാണ് ലാസ്റ്റ് ദിവസത്തേക്ക് ഈ ക്രിയകൾ യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ വന്നിരിക്കുന്ന എല്ലാത്തിനെയും യോജിപ്പിച്ചുകൊണ്ട് സകല സ്വരൂപിണിയായിരിക്കുന്ന പ്രകൃതി തത്വമായിരിക്കുന്ന മൂകാംബികയിലേക്ക് യോജിപ്പിക്കാം. അവസാനത്തെ ആഹുതി. ഇതാണ് നമ്മുടെ ക്രിയയിൽ ഒന്നാമത്തെ ഭാഗം, നമ്മുടെ ക്രിയയിൽ വന്നിരിക്കുന്നത്. അതായത് പുറത്തുനിന്നുള്ള ക്രിയ നമ്മൾ തിരുനാവായിലേക്ക് നമ്മൾ യോജിപ്പിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 1 നമ്മളുടെ ക്രിയ തീർന്നു, പുറത്തുള്ള ക്രിയ. ഫെബ്രുവരി 2 വരുമ്പോൾ നമ്മൾ അവിടുത്തെ ക്രിയയിലേക്ക് എത്തി. തിരുനാവായുടെ വിശേഷക്രിയ അമ്പലത്തിൽ എല്ലാ വർഷവും ഉണ്ടാകുന്ന സ്ഥിരമായത് ബ്രഹ്മാവിന്റെ, മഹാലക്ഷ്മിയുടെ, ശിവകുമാരുടെ അങ്ങനെയുള്ള അവരുടെ മാത്രമായിട്ടൊരു ക്രിയയുണ്ട്. അതിന് നമുക്ക് മാറ്റം വരുത്താനുള്ള അവകാശമില്ല. പ്രത്യേകിച്ച് ആ ക്ഷേത്രത്തിൽ കാലങ്ങളായി നടന്നു വന്നിരിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ക്രിയകൾക്കും ആ ദേശത്തിന്റെ ക്രിയ മാറ്റാനുള്ള ഇതില്ല. മാറ്റണമെങ്കിൽ നമുക്ക് ഒരുപാട് നിയമങ്ങൾ നോക്കേണ്ടി വരും, തന്ത്രിയെ നോക്കേണ്ടി വരും. അതുകൊണ്ട് ആ ക്രിയയിലേക്ക് നമ്മൾ കൈവച്ചിട്ടില്ല. പക്ഷേ വിശേഷക്രിയയായിട്ട് ദേശത്തിന് വേണ്ടി ഒന്ന് യോജിപ്പിക്കാൻ പറയാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിത്യപൂജയ്ക്കൊപ്പം തന്നെ ഇന്നുവരെ കർമ്മം ചെയ്തിരിക്കുന്ന ലോകഹിതത്തിനായിട്ടും കൊണ്ടും ഒരു പൂജ, വിശേഷ പൂജ അതേ ദേവന് കൊടുക്കാൻ പറയാം. അപ്പൊ അതിൽ നമുക്ക് ബ്രഹ്മാവിന്റെ വരും, മഹാലക്ഷ്മിയായിട്ട് വരും, ശിവന്റെ പൂജയിൽ വരും, തിരുമാന്താകുന്തലമ്മയുടെ പൂജ ഉണ്ടാവും. ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ മൊത്തമായിട്ട് ഈ 12 ദിവസത്തെ ക്രിയ 13ാം ദിവസത്തിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് സകല സ്വരൂപമായിരിക്കുന്ന ഭഗവതിയെ തിരുനാവായ ദേവനിൽ അർപ്പിച്ചുകൊണ്ട് പൂജ അവസാനിപ്പിക്കും. അതായത് 22 മുതൽ മൊത്തം പൂജകളെ ആ ദേവന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അവസാനിപ്പിക്കും, പൂജ അവസാനിപ്പിക്കും. അപ്പൊ ദേവയാനം അവിടെ തീരും. അതായത് ആദ്യത്തെ യാനം പിതൃയാനം, രണ്ടാമത്തെ ദേവയാനം, ഇതോടുകൂടി തീരും. ഫെബ്രുവരി 3 വരുമ്പോൾ നമ്മൾ സന്യാസം. ദേവയാനാണ് ഇത്രയും നീണ്ടുന്നത്. അതെ. ഇനിയുള്ളത് നമുക്ക് ഇത് പെടാത്തതായ ഒരു വിഭാഗമാണ് സന്യാസി മണ്ഡലികളെയും ഗുരുപാദങ്ങളെയും. അന്ന് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പരശുരാമനാണ്, കേരള സൃഷ്ടി എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് അന്ന് രാവിലെ പരശുരാമന്റെ പൂജ, കേരള സൃഷ്ടി എന്നതിലും ഇതിനെല്ലാം ആധാരമായിട്ട് നിൽക്കുന്ന പരശുരാമ സൃഷ്ടി എന്നൊരു ഇതുണ്ട്. പരശുരാമൻ പ്രധാനമാണ് കേരളത്തിന്. അതുകൊണ്ട് അന്ന് രാവിലെ പരശുരാമന്റെ പൂജ. അന്നൊപ്പം തന്നെ സന്യാസി മണ്ഡലിമാരെല്ലാവരും ഉണ്ടാവും. അന്ന് സന്യാസിമാർക്ക് ഉണ്ടാകുന്ന യതി പൂജകളും അന്ന് തന്നെ ഗുരുപാദക പൂജയെടുത്ത് ഗുരുപാദങ്ങളെല്ലാം നമസ്കരിച്ച് പ്രസാദത്തോടെ എല്ലാവർക്കും അന്നം കൊടുത്ത് അവസാനിപ്പിക്കാം. അപ്പൊ 3 വിധാനത്തിൽ നമുക്ക് പൂജയായി. അതായത് പിതൃക്കൾ, മനുഷ്യരായിരുന്നവർ, പിന്നീട് ദേവതകൾ, പിന്നെ ദേവതയല്ല മനുഷ്യരിൽ നിന്ന് മാറും ചെയ്തു എന്ന് പറയുന്ന ലോക കല്യാണത്തിൽ നിൽക്കുന്ന സന്യാസികളുടെ ഗുരുപാദങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും ചേർത്തുകൊണ്ട് അത് പരശുരാമനെ ഗുരുവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഗുരുവായിട്ടല്ല ദേവനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് തന്നെ നിർത്താം. കാരണം സൃഷ്ടി അവിടെയാണ്, ആ ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് പരശുരാമനെ പൂജിച്ചുകൊണ്ട് വിശേഷ പൂജ അതിൽ നിർത്തി സന്യാസികളുടെ ഗുരുപാദവും എടുത്ത് യതി പൂജയോടുകൂടി നമ്മൾ ക്രിയ അവസാനിപ്പിക്കും. ഇങ്ങനെ ഈ 3 സെക്ഷൻ തിരിച്ചുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ചേഞ്ചസ് വരാം, മുമ്പിലേക്കും പുറകിലേക്കും. ആത്യന്തികമായിട്ട് ഇതിലാണ്, ഈ ചക്രത്തിലാണ്. എന്നാലും ചില പൂജകൾ കൂടാം, ചില പൂജകൾ കുറയാം. അത് ഡിപ്പെൻഡ് ആണ്. ചില പൂജകൾ പൂർണ്ണത വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചെയ്യേണ്ടി വരില്ല. ഒരു പൂജയുടെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇടയിൽ ഒരു സാധനം വിട്ടുപോയൊരു സാധനം ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ ആദ്യ ദിവസം സർപ്പബലി ചെയ്യാറുണ്ട്. സർപ്പബലി ചെയ്യാറുണ്ട്. ഗരുഡ പൂജ നമ്മൾ 29ാം തീയതി വരുന്നതുകൊണ്ട് സാധാരണ സർപ്പത്തെ പൂജിച്ചിട്ട് വീണ്ടും ഗരുഡനെ എടുക്കാറില്ല. ഗരുഡ പൂജ കഴിഞ്ഞിട്ട് സർപ്പപൂജ ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യ ദിവസമാണ് ഞാൻ സർപ്പബലി പറഞ്ഞു വെച്ചിരുന്നത്. ഞാൻ ഇതിൽ എഴുതിയപ്പോൾ മിസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ജനുവരി 30 വിശ്വകർമ്മ ജയന്തിയുണ്ട്. അപ്പോൾ ഗരുഡ പൂജ 29 തീർന്നിട്ട് ജനുവരി 30 നമ്മൾ സർപ്പബലി എടുക്കുന്നുണ്ട്. അപ്പോൾ സർപ്പബലി കൂടെ വരുമ്പോൾ നാഗം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് മിസ് ചെയ്തതെന്നതുകൊണ്ട് ഞാൻ ആ ദിവസങ്ങളിലേക്കാണ് സർപ്പബലി യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന എല്ലാ ദേവതകളെയും ഇതിലേക്ക് നമുക്ക് യോജിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്രിയകളെ യോജിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിലെന്തെങ്കിലും മിസ് വരികയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ സമയങ്ങളിൽ ആ സമയത്ത് അവർ പറയുന്നത് കൂടുതൽ ചെയ്യാം. ചിലപ്പോൾ ചെയ്തത് പൂർണ്ണമായെങ്കിൽ ചിലപ്പോൾ ചിലത് വേണ്ടാന്ന് വെക്കണമെങ്കിൽ വെക്കാം. ഇത് മാത്രമല്ല അവരുടെ സമ്പ്രദായങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ വരാം. ഇതിന്റെ ഒരു ജനറൽ പിക്ചർ ഇതാണ്. ഇതൊന്ന് ചേർന്നിട്ട് ഒരു സാധനം കൂടെ ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ചില പ്രധാന ക്ഷേത്രങ്ങളുണ്ട് ഇതോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, കേരളത്തിന്റെ പരമ്പരാഗതമായി നിലനിൽക്കുന്ന കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. അത് വേണമെങ്കിൽ പത്മനാഭസ്വാമി ടെമ്പിൾ ആവാം, ചെങ്ങന്നൂർ ഭഗവതി ആവാം, പിഷാരികോൽ ഭഗവതി ആവാം, എറണാകുളം പൂർണ്ണത്രയീശനാവാം, പാറമേക്കാവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇട ദിവസങ്ങളിൽ ഇപ്പോൾ ഓരോ ക്ഷേത്രത്തിനും ഉണ്ടല്ലോ പ്രാധാന്യം.
അപ്പോൾ അവിടെയുള്ള തിരുമേനിമാരോ ഇല്ലെങ്കിൽ ആരാണോ പൂജിക്കുന്നത് ആ തന്ത്രിമാരെ കൊണ്ട് ആ ലോകഹിതത്തിന് വേണ്ടിയിട്ട് അവരുടെ നിലവിളക്കിൻ്റെ ചേർത്തുകൊണ്ട് നമ്മളുടെ അവിടെ ഒരു വിശേഷ പൂജ ചെയ്യാം. ഒരു ദിവസം വന്നിട്ട് ചെയ്യാം. അവര് വന്ന് ഇവിടെ ചേർന്ന് ചെയ്യാം ഒരു ദിവസത്തെ. രണ്ടാമത്തെ ഒരു ദിവസം ഇതാണ് എൻ്റെ വിധാനത്തിൽ. അതായത് മാടായിക്കാവിൽ നിന്ന് ഒരു ദിവസം ഒരാൾ വരിക, രാജരാജ തന്ത്രിയായിട്ട് ഒരാൾ വരിക, വൈദ്യനാഥ ഈശ്വരത്തിന് ഒരു പൂജ വരിക. അപ്പം എന്താ വെച്ചാൽ ദേശങ്ങൾ മുഴുവൻ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് കോർഡിനേറ്റ് ചെയ്യും. 9 ദിവസം അല്ലെങ്കിൽ 12 ദിവസമാണെങ്കിൽ ഈ 12 ദിവസത്തെ ഈ 12 തരത്തിലുള്ള ചെയ്തു തരും. ഒരു വലിയ പ്രഭാതത്തിലേക്ക് ചെറിയ ഉറവുകൾ കൂടി വന്നു ചേർന്നു. രണ്ടാമത് നേരെ തിരിച്ചാൽ നമ്മൾ ഒരു അത് ആർക്ക് വേണമെങ്കിലും ആവാം, ഈ ലീഡ് ചെയ്യുന്ന വ്യക്തികൾ പറയുക 12 ദിവസം ഈ ലോകഹിതത്തിന് വേണ്ടി ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ 12 ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ എവിടെയുണ്ടോ അവരെല്ലാവരും ഈ സമയങ്ങളിൽ ഇന്ന പൂജ ഇതേ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അവിടെയും ചെയ്യാം ദേശങ്ങളിൽ ആ ദേവതയ്ക്ക്. ഇപ്പൊ ഹനുമാൻ പൂജയാണെങ്കിൽ കേരളത്തിലെ മൊത്തം ഹനുമാൻ ദേവക്ഷേത്രങ്ങളിൽ ആ ദിവസം ഈ വിധാനത്തിൽ ഒരു പൂജ ദേശഹിതത്തിന് അവരുടെ ദേശത്ത് നിൽക്കുന്നത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എന്താ വെച്ചാൽ ഒരേ സമയം തന്നെ ജനങ്ങളിലേക്ക് ഇത് വ്യാപിക്കും. അവരുടെ ഭാവശുദ്ധി നമ്മൾക്ക് ബലം തരും. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും. ഇതാണ് ഇപ്പോൾ ആ പൂജകൾ ഞാൻ ചിന്തിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ സാധനം കൃത്യമാക്കിയതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഏത് സമയത്ത് ഈ ദേവനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ചിന്തിക്കാൻ. അതെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദേശത്തെയാണ്. തിരുനാവായ നമ്മൾ ഇരിക്കുന്ന സ്ഥലം മാത്രമാണ്. അതായത് തിരുനാവായ നമ്മൾ പൂജ ചെയ്യുന്നു മാത്രമല്ല, ഇത് കേരളത്തിന് വേണ്ടി പൂജയാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ പ്രയാഗ് കുംഭമേള എന്ന് പറഞ്ഞാൽ പ്രയാഗിന് വേണ്ടിയിട്ടുള്ള കുംഭമേളയാണ്. അതേപോലെ നമ്മൾ തിരുനാവായയിൽ ഇരിക്കുന്നു, പക്ഷെ കേരളത്തിന് മൊത്തമായിട്ടാണ് നമ്മൾ ക്രിയ യോജിക്കുന്നത്. ഈ അടുത്തത് കോട്ടയത്ത് നടത്തിയാലും ഇതിങ്ങനെ തന്നെയാവും. കോട്ടയത്ത് നമ്മൾ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷേ കേരളം മുഴുവനായിട്ടാണ്. അതൊരു വ്യക്തിക്കോ വിശ്വസിക്കുന്നതിനോ വിശ്വസിക്കാതിരിക്കാൻ ആർക്കും ആവാം. ഇതൊന്നും ബാധകമല്ല. ഫാൻ ഇട്ടാൽ കിട്ടണം. നമ്മളെ സംബന്ധിച്ച് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകമാണ്, ലോകഹിതമാണ് ദേവത. അതുകൊണ്ട് ഈ രീതിയിൽ ഒരു പരമ്പരാഗത ശൈലിയെയും നമ്മളെല്ലാത്തിനെയും യോജിപ്പിച്ചുകൊണ്ട് ജാതി മത ഭേദമന്യേ ഒരുമിച്ച് കൂടുകയും എല്ലാ മണ്ഡലങ്ങളെയും, അതായത് താഴെ മുതൽ മുകളിലുള്ള എല്ലാവരും ഒരേ മണ്ഡലത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ അവസാനത്തോടു കൂടി നമ്മൾ സന്യാസമണ്ഡലിയുടെ ക്രിയയോടുകൂടി ക്രിയ പൂർത്തിയായതിനു ശേഷം 22-ാം തീയതി മുതലല്ല 15-ാം തീയതി മുതൽ വന്നിരിക്കുന്ന എല്ലാ ആചാര്യന്മാരെയും സ്റ്റേജിൽ കയറ്റി അവരെ പൂർണ്ണ നമസ്കാരം കൊടുത്ത് ഇന്ന കാരണത്തിന് വന്നിരിക്കുന്ന എല്ലാം കൊണ്ടും ആ ദേശഹിതത്തിന് വേണ്ടി എല്ലാവരും ചെയ്തിരിക്കുന്നതുകൊണ്ടും അവരെ പൂർണ്ണ നമസ്കാരം ചെയ്ത് അഷ്ടമംഗലത്തോടു കൂടി ഇത് ജയിച്ച് നമസ്കരിച്ച് ഇറക്കണം. ഒരൊറ്റ സ്റ്റേജ് അല്ലെങ്കിൽ ഒറ്റ സ്ഥാനത്ത് എല്ലാവരും ഇരുത്തി ആചാര്യവർണ്ണം ചെയ്ത് നമസ്കരിച്ച് അഷ്ടമംഗല്യം കൊടുത്ത് തിരുനാവായിക്ക് ഒരു പ്രസാദം കൊടുത്തിട്ട് അവരെ തിരിച്ചു വിടണം അടുത്തൊരു സ്ഥലത്തേക്ക്. അത് ഇവർ ഇനി അടുത്ത പരമ്പരകളിലേക്ക് വ്യാപരിപ്പിക്കുകയും അടുത്തൊരു സ്ഥലത്ത് ഇതേപോലെ വന്നാൽ അവർ വീണ്ടും മുമ്പിലേക്ക് വരാൻ പറ്റുന്ന വിധത്തിൽ നമസ്കരിച്ച് വിടുക. ഇതാണ് നമ്മുടെ ക്രിയയുടെ യോജിപ്പ്. തീർച്ചയായിട്ടും അത് ഏറ്റവും ശുഭകരമായി വരുന്നുള്ളത് ഉറപ്പാണ്. കാരണം വെച്ചാൽ ഇതൊന്നും ആരും മുൻകൂട്ടി തീരുമാനിച്ചല്ല, പ്രകൃതി തന്നെ ആവശ്യപ്പെട്ടിട്ടാണ്. അപ്പോൾ സ്വാമി അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ വന്നിരിക്കുന്നത് ആരെങ്കിലും പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടല്ല, എങ്ങനെയൊക്കെയോ അങ്ങ് എത്തിപ്പെട്ടതാണ്. അതുപോലെ അത് നടക്കുന്നത് ഉറപ്പാണ്. അത് ലോകഹിതത്തിനാവും. അതിൻ്റെ മാറ്റങ്ങൾ പ്രകൃതിയിൽ വന്നു തുടങ്ങും. ഇപ്പം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അത് പൂർണ്ണതയിലേക്ക് എത്തട്ടെ. അതിന് സർവേശ്വരനും സർവേശ്വരിയും എല്ലാം അനുഗ്രഹമായി കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ അത് അറിവിൻ്റെ ഒരു വല്ലാത്തൊരു ഒഴുക്കായിരുന്നു. അത് കേട്ടിരുന്നതിൻ്റെ എന്താ നിർത്തലേന്ന് തോന്നിയുള്ള സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയും ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ ഇനിയും ഞാനൊരു മണ്ടനായിട്ട് പ്രത്യേകിക്കും പരമാവധി പറഞ്ഞു.